ആ കൊറേ പേര് വന്നിട്ടുണ്ടാക്കും അല്ലേ? അതെ. ഇതാരായിരുന്നു? ക്ലിയർ ആവുന്നില്ല. ഇതോ? അത് കുമ്പനാളെ അപ്പച്ചനാണെന്ന് തോന്നുന്നു. അപ്പച്ചന്റെ പേര് ഓർമ്മയുണ്ടോ? അപ്പച്ചന്റെ പേര് ചിലപ്പോ പോയി. ഇതോ? അത് അപ്പച്ചനാണ്. അപ്പച്ചന്റെ പേരും അറിയാം. ഇതുപോലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ വീടുകളിൽ നമ്മൾ അഭിമുഖീകരിക്കാറുണ്ട് അല്ലേ? എന്നാൽ ഇത് ഡിമെൻഷ്യ ആണോ? ഡിമെൻഷ്യയുടെ ഭാഗമാണോ? ഡിമെൻഷ്യ ആണെന്ന് എങ്ങനെ നിർണ്ണയിക്കപ്പെടാനാകും? ഇനി ഡിമെൻഷ്യ നിർണ്ണയിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചികിത്സയാണ് നൽകാനാവുക? ഇതുപോലുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഉള്ളത്. നമസ്കാരം, ഞാൻ സ്നേഹ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിൽ സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ആദ്യത്തെ വീഡിയോ ക്ലിപ്പിൽ നമ്മൾ കണ്ടത് പ്രായാധിക്യം കാരണമുണ്ടാകുന്ന ഓർമ്മപ്പിഴവ് മാത്രമാണ്. അത് ഡിമെൻഷ്യ അല്ല. അതായത് കുറേ കാലം മുന്നേ കണ്ട ഒരാളുടെ പേര് ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, അല്ലെങ്കിൽ കുറേ കാലം മുന്നേ നടന്നൊരു സംഭവം മറന്നു പോവുക, അല്ലെങ്കിൽ ഇടയ്ക്ക് വല്ലപ്പോഴുമായി മരുന്നെടുക്കാൻ മറന്നു പോവുക, ഇവയെല്ലാം പ്രായാധിക്യം കാരണമുണ്ടാകുന്ന ഓർമ്മപ്പിഴവുകൾ മാത്രമാണ്. നമ്മുടെ തലച്ചോറിലെ പല ഭാഗങ്ങളും നമുക്ക് ചിന്തിക്കാനും തീരുമാനമെടുക്കാനുള്ള കഴിവുകൾ, അതേപോലെ തന്നെ നമ്മുടെ ഭാഷ, നമ്മുടെ ആശയവിനിമയം എന്നിവയെല്ലാം കൺട്രോൾ ചെയ്യുന്നവയാണ്. ഈ ഭാഗങ്ങൾക്ക് എന്തെങ്കിലും ക്ഷതമേൽക്കുകയോ അല്ലെങ്കിൽ അൾസൈമേഴ്സ്, പാർക്കിൻസൺസ് മുതലായ രോഗങ്ങൾ കാരണം ഈ ഭാഗങ്ങൾ അഫക്റ്റഡ് ആവുകയോ ചെയ്യുമ്പോഴാണ് ഡിമെൻഷ്യ ഉണ്ടാകുന്നത്. അതെ, ഡിമെൻഷ്യയും അൾസൈമേഴ്സും ഒന്നാണോ? അല്ല. അൾസൈമേഴ്സ് എന്നത് ഡിമെൻഷ്യ ഉണ്ടാകുവാനുള്ള ഒരു കാരണം മാത്രമാണ്. മറ്റ് പല കാരണങ്ങളും ഉണ്ടാകും ഡിമെൻഷ്യ ഉണ്ടാവാൻ. അതായത് കൺട്രോളിലല്ലാത്ത BP, കൊളസ്ട്രോൾ, പുകവലി, മദ്യപാനം ഇവയെല്ലാം ഡിമെൻഷ്യ ഉണ്ടാക്കുവാനുള്ള സാധ്യത കൂട്ടുന്നു. ഒരു വീട്ടിൽ ഒരാൾക്ക് ഡിമെൻഷ്യ ഉണ്ടെങ്കിൽ ആ വീട്ടിലെ മറ്റു തലമുറകളിലും ഡിമെൻഷ്യ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ്. ഡിമെൻഷ്യ എന്നത് പല രോഗലക്ഷണങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു പദമാണ്. അതായത് സ്വന്തം ഭാര്യയുടെ, ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ മക്കളുടെയോ പേര് വരെ മറന്നു പോവുക, തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന ഒരു സംഭവത്തെക്കുറിച്ച് അല്ലെങ്കിൽ തൊട്ട് മുന്നേ കണ്ട ഒരാളുടെ പേര് മറന്നു പോവുക, അതേപോലെ തന്നെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഉണ്ടാകുന്ന പെട്ടെന്നുള്ള മാറ്റങ്ങൾ, കടന്നു പോകും തോറും അവരുടെ ദൈനംദിന പ്രവർത്തികൾ ചെയ്യാൻ വരെ അവർക്ക് ബുദ്ധിമുട്ടായി വരുന്നു. അതെങ്ങനെ ചെയ്യണമെന്നോ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവയെല്ലാം ചെയ്യുവാനുള്ള ഉത്സാഹക്കുറവും അവരിൽ കാണപ്പെടുന്നു. ഇങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് നമ്മൾ രോഗനിർണയം ചെയ്യുക? ഒരു രോഗനിർണയത്തിനായി 2 ടൈപ്സ് ഓഫ് ടെസ്റ്റുകളാണ് ഉള്ളത്. ഒന്നാമത്തേത് മെഡിക്കൽ ടെസ്റ്റുകളാണ്. അതായത് ഒരു ന്യൂറോളജിസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം CT അല്ലെങ്കിൽ MRI മുതലായ ടെസ്റ്റുകൾ ചെയ്യുന്നതിലൂടെ തലച്ചോറിൻ്റെ ഏത് ഭാഗമാണ് അഫക്റ്റഡ് ആയിരിക്കുന്നത്, അത് എത്രത്തോളം അഫക്റ്റഡ് ആയിരിക്കുന്നു എന്നുള്ള വിവരം കിട്ടുവാൻ വേണ്ടി സഹായകമാകും. രണ്ടാമത്തെ ടെസ്റ്റുകളാണ് കോഗ്നിറ്റീവ് കമ്മ്യൂണിക്കേഷൻ ടെസ്റ്റുകൾ. ഇവ ചെയ്യുവാൻ വേണ്ടി ഒരു സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റിനെ സമീപിക്കേണ്ടതാണ്. ഒരു സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് ഡിമെൻഷ്യ ഉണ്ടോ എന്ന് സംശയിക്കപ്പെടുന്ന വ്യക്തിയുടെ ചിന്തിക്കാനും തീരുമാനിക്കാനുമുള്ള എബിലിറ്റി, അതേപോലെ സംസാരിക്കാനും ആശയവിനിമയം ചെയ്യാനുള്ള അവരുടെ കഴിവ്, ഇവയെല്ലാം വിലയിരുത്തി അവരുടെ ഡിമെൻഷ്യ ഉണ്ടോ ഇല്ലയോ എന്ന് തീർച്ചപ്പെടുത്തി, ഇനി ഉണ്ടെങ്കിൽ തന്നെ ആ ഡിമെൻഷ്യയുടെ തീവ്രത എത്രത്തോളമാണ് ഉള്ളത് എന്ന് വിലയിരുത്തുന്നതാണ്. അടുത്തത്, ഡിമെൻഷ്യ നിർണ്ണയിക്കപ്പെട്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവർക്ക് ചികിത്സ നൽകാനാവുക? എന്തൊക്കെ തരത്തിലുള്ള ചികിത്സയാണ് അവർക്ക് നൽകാനാവുക? അവരിലുള്ള കഴിവുകൾ നിലനിർത്തുവാൻ, അതായത് ചിന്തിക്കാനും തീരുമാനമെടുക്കാനുള്ള കഴിവ്, കൂടെ സംസാരിക്കാനും ആശയവിനിമയം ചെയ്യാനുള്ള കഴിവ്, അവരിലുള്ള ഓർമ്മശക്തി, ഇവയെല്ലാം നിലനിർത്തുവാൻ വേണ്ടി പല സ്ട്രാറ്റജീസും ഫോളോ ചെയ്യേണ്ടി വരും. ഓരോ ഡിമെൻഷ്യ ഉള്ള വ്യക്തിക്കും എത്രയാണോ അവരുടെ ഡിമെൻഷ്യയുടെ തീവ്രത, അതിനനുസരിച്ച് നമ്മൾ അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട സ്ട്രാറ്റജീസും വ്യത്യസ്തമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഒരു സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് നിങ്ങളെ സഹായിക്കാനാവും. ചില സ്ട്രാറ്റജീസ് ഈ വീഡിയോയിൽ കൂടെ നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത്തേത്, അവരുമായി സംസാരിക്കുമ്പോൾ മെല്ലെ പതിയെ വ്യക്തമായി സംസാരിക്കുക. നിങ്ങൾ അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വളരെ വേഗത്തിലാണ് സംസാരിക്കുന്നതെങ്കിൽ അത് അവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും വീണ്ടും അവരെ നിരാശരാക്കുകയുമാണ് ചെയ്യുന്നത്. രണ്ടാമത്തേത്, അവരുമായി സംസാരിക്കുമ്പോൾ അവർക്ക് ആവശ്യമുള്ള സമയവും സാവകാശവും കൊടുക്കുക. ഡിമെൻഷ്യ ഉള്ള ആൾക്കാർക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് കരുതി അവരുടെ സംസാരം തടസ്സപ്പെടുത്തുന്നതിലും അവർക്ക് കൂടുതൽ സമയവും സാവകാശവും നിങ്ങൾ അവരെ ക്ഷമയോടെ കേട്ടിരിക്കുകയാണെങ്കിൽ അത് അവർക്ക് കൂടുതൽ ആത്മവിശ്വാസം ഉളവാക്കുകയാണ് ചെയ്യുന്നത്.
ഡിമെൻഷ്യ ഉള്ളവരിൽ ക്രമേണ ദൈനംദിന പ്രവർത്തികൾ ചെയ്യാനുള്ള രീതി വരെ മറന്നു പോവുകയും മറ്റുള്ളവരെ ആശ്രയിക്കുകയും ചെയ്യേണ്ടി വരുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഏത് ദൈനംദിന പ്രവൃത്തിയാണോ ചെയ്യാൻ പോകുന്നത് അവയെക്കുറിച്ച് വ്യക്തമായി വിവരിച്ചു കൊടുക്കുന്നത് അവർക്ക് സഹായകരമായിരിക്കും. പ്രായമായവരിൽ കാണപ്പെടുന്ന ഡിമെൻഷ്യ മുതലായ രോഗാവസ്ഥകളുടെ രോഗനിർണയത്തിനും അതേപോലെ തന്നെ ചികിത്സയ്ക്കും വേണ്ടി മാത്രമായി പ്രവർത്തിക്കുന്ന ഒരു ക്ലിനിക്കാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിലെ ക്ലിനിക് ഫോർ അഡൾട്ട് ആൻഡ് എൽഡർലി പോപ്പുലേഷൻ വിത്ത് ലാംഗ്വേജ് ഡിസോർഡേഴ്സ്. ഇത്തരത്തിലുള്ള അവരുടെ രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമായി ഞങ്ങളെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. ഓർക്കുക, ഡിമെൻഷ്യ ഉള്ള ഒരു വ്യക്തിയുടെ മനോഭാവവും ആത്മവിശ്വാസവും തീരുമാനിക്കുന്നത് അവരുമായി ബന്ധപ്പെടുന്നവരുടെ മനോഭാവവും രീതിയുമാണ്. നന്ദി.